തോമസ് ചേട്ടാ എന്തോ പ്രശ്നമെന്നാ പറഞ്ഞേ? അത് അമ്മാച്ചൻ അയലിന്റെ പപ്പയോട് പറഞ്ഞോളൂ. കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേഷനിലെ CI അതിൽ പുളകിതനാവണ്ട. എടാ അളിഞ്ഞു, പേര് വിളിച്ചാ മതി. എന്നാ ടോണി എന്റെ പെങ്ങളുടെ മകളുടെ കല്യാണക്കാരുവാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആൽഫ്രഡേ, പണ്ട് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. പാലാപട്ടണം എന്ന് പറഞ്ഞാൽ ടോണി മത്തങ്ങാപ്പറമ്പിൽ, ടോണി മത്തങ്ങാപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ പാലാപട്ടണം. അങ്ങനെ ഒരു മൂഢസങ്കല്പത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സംഘത്തിലെ കുട്ടപ്പായുടെയും അങ്കമാലിയിലെ പെപ്പയുടെ ഇൻസ്പിറേഷന് സെന്റ് തോമസ് കോളേജിലെ നമ്മുടെ ചില പിള്ളേരുടെ ഒരു തല്ലുകേസിന് പോയി. ബസ്സിൽ വെച്ച് കോളേജിലെ പിള്ളേരുടെയും ടീച്ചർമാരുടെ റീൽസ് എടുത്ത് ഞരമ്പോത്സവം നടത്തുന്നവന്മാരെ കാണുക എന്ന മോസ്റ്റ് ക്ലീഷേ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കളി കുറച്ച് കൂടിപ്പോയി. അന്ന് ഇയാളായിരുന്നു പാലായിലെ CI. അതുവരെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ഇല്ല, ആ കഥയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. തോമസേ, എന്നാ പ്രശ്നം? ഒരുമിച്ച് ഒരേ സ്കൂളിൽ 8 വർഷം പഠിച്ചിട്ട് നമ്മൾ ആദ്യം മിണ്ടുന്നത് ഞാൻ 10 പഠിക്കുമ്പോഴാണ്. അത് സംസാരിക്കാൻ പേടിയായിരുന്നോണ്ടല്ലേ? മഴയത്ത് ഞാൻ ഗ്രൗണ്ടിൽ അടിച്ചു തല്ലി വീണപ്പോ കൂവാൻ പേടിയില്ലായിരുന്നല്ലോ. പിന്നെ റാൻഡം മെസ്സേജസ് എന്റെ ഫോണിലേക്ക് അയക്കാനും അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കാർഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി തന്നിരുന്നു. അത് ഓർമ്മയുണ്ടോ? മറന്നു പോവാൻ പൈതകോറസ് തീറെ ഒന്നും അല്ലല്ലോ എഴുതി തന്നത്. 5ലും 6ലും എക്സ്ട്രാ ഓരോ വർഷം എടുത്ത് താനപ്പോ +2ല്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വയസ്സാണ്. അത് അപ്പൻ അയലിന്റെ പപ്പയോട് പറഞ്ഞപ്പോ മാറിപ്പോയത്. അവര് പറഞ്ഞ കണക്ക് എനിക്ക് തന്നെക്കാളും 3 മാസം പ്രായം കൂടുതലായിരുന്നു. കല്യാണം കഴിഞ്ഞ എന്നെ അയലും ചേച്ചിന്ന് വിളിക്കാനായിരുന്നോ പ്ലാൻ? അതോ ട്രെൻഡിനൊപ്പം പോയതാണോ ഡേവിസ് അണ്ണ? അത് ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയപ്പോ പാലായിൽ വെള്ളപ്പൊക്കമായിരുന്നു. +2 കഴിഞ്ഞ് ഞാൻ UK പോയി. താൻ കുതിരവട്ടത്ത് പോളിടെക്നിക്കിന് പഠിക്കുമ്പം 1-2 തവണ കള്ളു കുടിച്ചെന്നെ വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഞാൻ കുതിരവട്ടത്തല്ല പഠിച്ചത്, കുട്ടിക്കാനത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓ, അതിപ്പോ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല കേട്ടോ, അത് കർത്താവ് കുരിശിൽ കയറി തൂങ്ങി മരിച്ചു എന്നും കർത്താവിനെ കുരിശ് തറച്ചു കൊന്നു എന്നും പറയുന്നത്ര വ്യത്യാസമുണ്ട്. മൈ പോയിന്റ് വാസ് 8 വർഷത്തിന് ശേഷം തന്നെ നേരിട്ട് കണ്ടത് അന്ന് പെണ്ണ് കാണല്ല, പിന്നെ ദേ ഇന്ന് ഇവിടെ വെച്ചു. സേവറേ, അയൽ മോൾക്ക് നിങ്ങൾ ചെറുക്കനെ തപ്പി ചാകര മാട്രിമോണിയിൽ ഇട്ടു. ഞങ്ങൾ ആലോചനയായിട്ട് വന്നു. കാരണം പിള്ളേര് ഓൾറെഡി അടുപ്പത്തിലായിരുന്നല്ലോ. അപ്പാ, +2 പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പലർക്കും അയച്ച മെസ്സേജ് പ്രേമരോഗ മെസ്സേജ്. അത് അവൾക്ക് അയച്ചോന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് ഞാൻ ഈ കല്യാണാലോചന തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ എല്ലാരോടും പറയുന്നതല്ലേ. ഓ എടാ, അവള് UK സിറ്റിസനാണ്. ആ പൊന്തന് അമേരിക്കയിലും ദുബായിലൊക്കെ ബിസിനസ്. ഈ എസ്റ്റേറ്റ് തന്നെ 1000 ഏക്കറാ തേയിലത്തോട്ടം. ചായപ്പൊടിക്കൊക്കെ ഇപ്പൊ എന്നാ വില നിനക്കറിയാവോ? ചായപ്പൊടിക്ക് ഇപ്പൊ കിലോയ്ക്ക് ഒരു 200 അല്ല, എന്നാ അവളുടെ പ്രശ്നം? ഡേവിസേ, ഐ ആം ഹാവിങ് എ കോൾഡ് ഫീറ്റ്. സ്കൂളിൽ പൃഥ്വിരാജിന്റെ വോയിസ് ഒക്കെ എടുത്ത് മിമിക്രി ചെയ്ത് സ്റ്റേജ് തകർത്തിരുന്ന ആ ചേട്ടനോട് ഒരു ഇൻഫാച്വേഷൻ ഉണ്ടായിരുന്നു. താൻ വല്ലാണ്ട് മാറിപ്പോയിടൂ. അയ്യോ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. വേണേ കേട്ടോ. കമലക്കൊച്ചിന്റെ നിൽപ്പ് കാണാൻ നല്ല ചന്തവാ. അടുത്ത തവണ ഇച്ചായൻ കാഞ്ഞിരപ്പള്ളിക്ക് പോരുമ്പോ കൊച്ചുകൂടി ഇങ്ങ് പോരെ. നായരെ, പോലീസ് സ്റ്റേഷന്റെ അകത്ത് തന്നെ വെച്ച് മതി. മനസമ്മതത്തിന് ഇനി 56 ദിവസം. അത് കഴിഞ്ഞുള്ള ആഴ്ച കല്യാണം. ഇന്നേക്ക് കൃത്യം 90-ാം ദിവസം UK പോവുകയും വേണം നമ്മൾ ഒരുമിച്ച്. വിസ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ? അയലിൻ UK സിറ്റിസൺ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പാലായോർത്ത് ബിസിനസ്സൊക്കെ വിട്ട് ഒരു പോക്ക് പോകണ്ടവൻ. എൻ്റെ മോനിനെ യുണൈറ്റഡ് കാഞ്ഞിരപ്പള്ളിയിൽ ആ വട്ടക്കാവിലെ ഡൊമിനിക്കിന്റെ എഞ്ചിനീയറിംഗ് തോറ്റ പെണ്ണില്ലേ, ചുക്ലി, ആഷ്ലി, അവളുമായിട്ടുള്ള കറക്കം അങ്ങ് നിർത്തിയേരാൻ. അതൊക്കെ കോളേജ് കഴിഞ്ഞപ്പോ തീർന്നാപ്പാ. എന്നിട്ടായിരിക്കും രണ്ടും കൂടെ കോട്ടയത്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ പോയത്. എന്നിട്ട് സ്റ്റാറ്റസ് വിട്ടു വെച്ചേക്കുന്നു വാട്സപ്പിൽ. അപ്പനെ ബ്ലോക്ക് ചെയ്യാനുള്ള ബോധം പോലും ഇല്ലാത്തവൻ. അത് പ്രണവ് മോഹൻലാലിനെ കാണുന്നു പറഞ്ഞപ്പോ, ഓ, നീ മോഹൻലാലാണല്ലോ ചോദിക്കുമ്പോഴേ പ്രണവിനെ അങ്ങ് കാണിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നപ്പ, എനിക്ക് ഇങ്ങനെ ആന്തരിക മുറിവ് തരല്ലേ. പിന്നെ നീയും നിന്റെ അനിയനും കൂടെ പാലാ പട്ടണത്തിൽ കൂടെ കള പറിച്ച് അടിപറിച്ച് നടക്കുന്നതല്ലാതെ 10 പൈസയുടെ ഗതി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്ന ഫ്ലൈറ്റിന് നിന്നാണേലും അയലിൻ്റെ കൂടെ UK പോക്കണം.